അമൽ, KPCC ഓഫീസും പരിസരവും ഇപ്പോൾ എങ്ങനെയുണ്ട്? മറ്റത് ഫ്ലെക്സുകളുടെ ബഹളമായിരുന്നു. ഒരു ലൈവ് നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, കുറച്ച് ദിവസം മുൻപാണ് ഈ നിരീക്ഷകരൊക്കെ എത്തുന്ന ദിവസം ഫ്ലക്സ് ബോർഡുകളും ചുമന്നുകൊണ്ട് ആൾക്കാർക്ക് അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ലൈവിൽ അമൽ കാട്ടിത്തരികയും ചെയ്തു. ഇന്നിപ്പോൾ എന്താ സ്ഥിതി? ശോകമൂകമാണോ? മോത്തി, KPCC ഓഫീസിൽ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം പല ദിവസങ്ങളിലായി നമ്മൾ വന്നുപോയതാണ്. വരുമ്പോഴൊക്കെ ഫ്ലെക്സുകൾ നിറഞ്ഞു കവിഞ്ഞ KPCC ആസ്ഥാനമായിരുന്നു. KPCC ഓഫീസിന് മുൻവശം, അതോടൊപ്പം തന്നെ KPCC ഓഫീസിന് എതിർവശം, ഈ രണ്ടിടങ്ങളിലും ഫ്ലെക്സുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒന്നുമില്ല. ടീം UDFന്റെ വിജയാഹ്ലാദം പങ്കുവെച്ച ആദ്യത്തെ ദിവസം വെച്ച ഫ്ലെക്സ് ഉണ്ട്, അത് മാത്രമാണ് അവിടെയുള്ളത്. അതിൽ ആരുടെയും ചിത്രമില്ല. UDFിലെ എല്ലാ കക്ഷികളുടെയും കൊടി മാത്രമാണ് ഉള്ളത്. പിന്നീട് KPCC ഓഫീസിന്റെ ഗേറ്റ് ഇപ്പോൾ ഇത്രയും ദിവസം നമ്മൾ വന്നപ്പോൾ രാവിലെ ഒരു ആവേശത്തിന് പുറത്ത് ഗേറ്റ് തുറന്നു കിടക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ KPCC ഓഫീസിന്റെ ഗേറ്റ് ഇതുവരെയും തുറന്നിട്ട് പോലുമില്ല, അടഞ്ഞു കിടക്കുകയാണ്. നിശബ്ദം, നിശ്ചലം, അങ്ങനെയാണ് ഇപ്പോൾ KPCC ഓഫീസിന്റെ ഒരു അവസ്ഥ. ഇന്നിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ 9 മണിയൊക്കെ ആകുമ്പോഴേക്കൊക്കെയാണ് സ്റ്റാഫ് എത്തുക. പക്ഷേ ആ അധികാരം കിട്ടി എന്നുള്ള റിസൾട്ട് വന്നതിൽ പിന്നെ ഇങ്ങനെ അടഞ്ഞു കിടന്ന ദിവസം ഇന്ന് മാത്രമാണ്. ഇന്നിപ്പോൾ ആരും ഈ സമയത്ത് രാവിലെ ഇവിടെ ഇല്ല. അധികം വൈകാതെ ഇവിടെ സ്റ്റാഫുകൾ എത്തി തുറക്കും എന്നുള്ളത് പ്രതീക്ഷിക്കുകയാണ്. നേതാക്കന്മാരുടെ തിരക്കൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ രാവിലെ മുതൽ ഉണ്ടായിരുന്നു. ഗേറ്റെങ്കിലും തുറന്നിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആ ഗേറ്റ് പോലും തുറന്നിട്ടില്ല. KPCC ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളെല്ലാം തന്നെ പൂർത്തിയായി. ഇനിയിപ്പോൾ ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. എല്ലാ തീരുമാനങ്ങളും വരേണ്ടത് ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നുമാണ്. അവിടെ നിന്നും തീരുമാനം വരാൻ മല്ലികാർജ്ജുൻ ഖാർഗെ അവിടെയില്ല. അതോടൊപ്പം തന്നെ തീരുമാനമെടുക്കാനായി ഒരു പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ചേർന്നിരുന്നുള്ള ഒരു യോഗം ഇതുവരെയും നടന്നിട്ടില്ല. ഈ കേരളത്തിൽ നിന്നുള്ള വിളിച്ചു വരുത്തിയ നേതാക്കളുമായുള്ള യോഗം നടന്നു എന്നതിനപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധിയും ഖാർഗെയും അടക്കമുള്ള നേതാക്കൾ ഇരുന്നുള്ള ഒരു യോഗം നടന്നിട്ടില്ല. അതിനുശേഷമേ തീരുമാനം ഉണ്ടാകൂ എന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും 2-3 ദിവസം കൂടി നമുക്ക് കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് ബാലു ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഇന്നും തീരുമാനം ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. ഖാർഗെ ഇനിയിപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒരു യോഗമൊക്കെ നടന്ന് രാത്രി പ്രഖ്യാപനമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് തോന്നുന്നത്. അങ്ങനെയെങ്കിൽ നാളെ എന്നുള്ള ദിവസത്തിന് വേണ്ടി വീണ്ടും കാത്തിരിക്കേണ്ടി വരും. നാളെയും വന്നില്ല എങ്കിൽ മറ്റന്നാൾക്ക് കാത്തിരിക്കേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ.